ഈ കണിക്കൊന്ന കണി വയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? പുതുവർഷത്തിലേക്ക് കിടക്കുമ്പോൾ സൂര്യന് പകരം കണിക്കൊന്നയുടെ പ്രകാശം. അങ്ങനെയാണ് ഒരു കരുതല്. ഈ പഠിക്കാനുള്ള കരുതലേ മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ എൻ്റെ പൈസ പോയിട്ടായിരുന്നു. കൈവെള്ളയിലെ ഗൂഗിൾ വെച്ചിട്ട് വിഷയം എന്താന്ന് പോലും അറിയില്ല. അതിന് നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലല്ലോ. റോഡിലിട്ട് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ പോലീസുകാർ നമ്മൾ ഏറ്റുകൊണ്ട് വന്ന് അവരാണെങ്കിൽ കറക്റ്റ് ആ സമയത്ത് തന്നെ വന്നു. വീട്ടിലെത്തിയിട്ട് ആദ്യം ഞാൻ നോക്കിയതേ വിഷയം എന്താന്നാ. ഇനി റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. റിസ്ക്, ധനനഷ്ടം. അല്ല, അവരും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിൽ വിഷു ആഘോഷിക്കുന്ന പോലെ നാട്ടിൽ റോഡിൽ പടക്കം പൊട്ടിച്ചിട്ട് പിന്നെ അവർ വെറുതെ വിടാൻ വേണ്ടിയിട്ടൊരു അവസരം തന്നിരുന്നു. വെള്ളക്കടലാസിൽ വിഷു എന്താണെന്ന് എഴുതിയാൽ വെറുതെ വിടാമെന്ന് പറഞ്ഞു. ഒരു ഒറ്റ എണ്ണത്തിന് വിഷു എന്താണെന്ന് അറിയില്ല. പെറ്റടയ്ക്കാനോ ഊരത്തിൻ്റെ കയ്യിലും പൈസയില്ല. അച്ഛനമ്മയ്ക്ക് ഇപ്രാവശ്യം കൈനീട്ടം കൊടുക്കാൻ വെച്ച പൈസയായിരുന്നു. നാട്ടിൽ പിന്നെ മൊത്തം അവർക്ക് കടമായതുകൊണ്ട് ആരുടെ ഒന്നും വാങ്ങാനും വയ്യ. ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഒരു മാസമായി ഹോട്ടൽ തുറന്നിട്ട്. ജോലിയില്ല, കയ്യിൽ പൈസ ഇല്ല. അതിൻ്റെ ഇടയിൽ ആ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഡേവിസായിട്ട് അന്വേഷിച്ചിരുന്നു. അയാൾ ആ കൃഷ്ണന്റെ പ്രതിമയുടെ ഇടയിൽ നിന്ന് തിരിയുമ്പോൾ അപ്പനെ കണ്ടതാ. അയാൾ ആ പൈസക്കുള്ള അന്വേഷണം. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങൾക്കിടയിലായിരിക്കുമല്ലോ ഈ കടക്കാരുടെ അന്വേഷണം. എടാ അയാളുടെ മോൾക്കേ നിന്നൊരു നോട്ടുണ്ടെന്ന് തോന്നണേ. നിന്നെ അന്വേഷിച്ചിരുന്നു. എടാ നാളെ അമ്പലത്തിക്കാടാ, അപ്പൊ കാണാലോ. ഞാനില്ല, അവൾക്ക് ആ പൈസ കിട്ടാനുള്ള അന്വേഷണ. പിന്നെ അവളെപ്പോലൊരു നല്ല കുട്ടീനെ ആഗ്രഹിക്കാന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിനൊക്കെ ഒരു പരിധിയില്ലേ? ആ അതേ വരുന്നു നിന്റെ ആഗ്രഹം. ഓ എന്താ കളി. അപ്പൊ നമുക്ക് ആ ബിസിനസ് തന്നെ ചെയ്യാം അല്ലേ? ഏത് ബിസിനസ്? ഓ ആ ആ എടാ, അവൾക്ക് നിന്നേക്കാ ഹൈറ്റ് ഉണ്ടല്ലോടാ. അതിന് നല്ല പ്രണയത്തിന് ഡിമാൻഡുകളൊന്നും ഇല്ലല്ലോ. പിന്നെ പരിധി ഒന്നും എനിക്ക് വെക്കാൻ അറിയില്ല. പക്ഷെ ആഗ്രഹിച്ച കാര്യം കിട്ടാൻ പരിശ്രമിച്ചാ പോരെ? ശരിയാ. എടാ ഞാനൊന്ന് ഏടാ എടാ നീ ടെൻഷൻ അടിക്കാതിരിക്കേ. പൈസ അല്ലേ? നീ ജിത്തുനോട് ചോദിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാണ്ട് ഹൗസ് വാമിന് നാട്ടുകാരും വീട്ടുകാരും എന്താണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും നിനക്ക് തരാതിരിക്കില്ല. എടാ ഞാനൊന്ന് ആ ശരി ചെല്ല്. ഇവൻ